നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുകയാണ്. 4-5 മാസങ്ങൾക്കുള്ളിൽ പാലക്കാട്, ചേലക്കര എന്നിവിടങ്ങളിൽ മാത്രമല്ല വയനാട് ലോക്സഭാ സീറ്റിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് പാലക്കാടാണ്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അവിടെ ആ ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് അവിടുത്തെ ജില്ലാ ഘടകം നിർദ്ദേശിക്കുന്നു. അവർ നിർദ്ദേശിക്കുന്ന ഒരു പേര് മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച മുന്നേറ്റം നടത്തിയ BJP അടുത്തതായി ലക്ഷ്യമിടുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ്. ആഞ്ഞു ശ്രമിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിന് നഷ്ടമായിട്ടുള്ള മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം പാർട്ടിക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടാക്കിയ മുന്നേറ്റവും ഷാഫി പറമ്പിൽ മാറിയതും BJPക്ക് ഗുണകരമായി കാണുന്നു എന്നാണ് പറയുന്നത്. 2021 മെട്രോമാൻ ഈ ശ്രീധരനെ ഇറക്കിയ മണ്ഡലത്തിൽ BJP ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നുവെങ്കിലും ഒരു നേരിയ വ്യത്യാസത്തിന് വിജയം അകന്നു പോവുകയും ചെയ്തു. വോട്ടെണ്ണലിൻ്റെ ഭൂരിപക്ഷ സമയവും ഈ ശ്രീധരനായിരുന്നു മുന്നിട്ട് നിന്നിരുന്നെങ്കിൽ കൂടിയും അവസാന നിമിഷം ഷാഫി പറമ്പിൽ കയറി വരികയും കേവലം 3859 വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തു. അന്ന് ഷാഫി പറമ്പിൽ 54,079 വോട്ടും ഈ ശ്രീധരൻ 50,220 CP പ്രമോദ് 36,433 വോട്ടുകളുമായിരുന്നു നേടിയിരുന്നത്. മണ്ഡലത്തിൽ ഷാഫി പറമ്പിലുള്ള ഒരു വ്യക്തി സ്വാധീനമുണ്ട്. CPM ക്രോസ് വോട്ട് ചെയ്തതൊക്കെയാണ് അവിടെ കഴിഞ്ഞ തവണ UDF വിജയത്തിൽ നിർണായകമായതെന്നൊക്കെ BJP വിലയിരുത്തുന്നുണ്ട്. ഇത്തവണ പക്ഷേ UDFിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന് അത്ര സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്നുള്ളത് BJPക്ക് തന്നെ അറിയാം. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുവെങ്കിലും BJPയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ്. അവിടെ ഇപ്പോൾ C. കൃഷ്ണകുമാർ, ശോഭാ സുരേന്ദ്രൻ, സന്ദീപ് വാര്യർ എന്നിവരുടെയൊക്കെ പേരുകളാണ് BJPയിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ പ്രാദേശിക ഘടകത്തിനും ജില്ലാ ഘടകത്തിനും താല്പര്യം ശ്രീ കൃഷ്ണകുമാറിനാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പകരം നമ്മുടെ ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും ഒക്കെ ആയിരുന്ന ശ്രീ കൃഷ്ണകുമാറിൻ്റെ പേര് ജില്ലാ ഘടകം മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർക്ക് വളരെ താല്പര്യം അദ്ദേഹത്തിനോടാണ്. ജില്ലാ തലങ്ങളിൽ നിന്നൊക്കെ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള പേരുകളൊക്കെ ശ്രീ കൃഷ്ണകുമാറിൻ്റെയാണ്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും ശ്രീ കൃഷ്ണകുമാറിൻ്റെ കാര്യത്തിൽ വലിയ എതിർപ്പുകൾ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. ശോഭാ സുരേന്ദ്രൻ മികച്ച നേതാവാണെങ്കിൽ കൂടിയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുക മണ്ഡലത്തെ അടുത്തറിയുന്ന ശ്രീ കൃഷ്ണകുമാറിനാണ് എന്നുള്ള നിലപാടാണ് മണ്ഡല ജില്ലാ നേതൃത്വങ്ങൾ അവിടെ സ്വീകരിച്ചിട്ടുള്ള BJPയുടെ. അതായത് പ്രാദേശിക തലത്തിൽ നിന്ന് ഒരു പേര് മാത്രമാണ് വന്നതെങ്കിലും ശ്രീ കൃഷ്ണകുമാറിനൊപ്പം ശോഭാ സുരേന്ദ്രൻ്റെയും സന്ദീപ് വാര്യരുടെയും പേരുകൾ കേൾക്കുന്നുണ്ട്. സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളൊക്കെ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്ന ഈ 3 പേരുകളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നടത്തിയ മികച്ച പ്രകടനമാണ് അത് സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ നേതൃത്വത്തിന് മുന്നിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ശോഭയെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയസാധ്യത കൂടുമെന്ന് അവരെ പിന്തുണയ്ക്കുന്നവരുമൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ജില്ലാ ഘടകത്തിന് ഇഷ്ടമല്ല. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ദേശീയ നേതൃത്വമായിരിക്കുമെന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. പേര് നിർദ്ദേശിക്കപ്പെട്ട 3 പേരുടെയുമായും പാർട്ടി കൂടിയാലോചനകൾ നടത്തിയേക്കും. പാലക്കാട് മത്സരിക്കുവാൻ താല്പര്യമുണ്ടെന്ന കാര്യം ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വ്യക്തമാക്കിയാൽ അവർക്ക് സാധ്യത കൂടുതലാണ്. ഒരു സ്ത്രീ എന്നുള്ള പരിഗണന കൂടുതൽ കിട്ടും. ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യത്തോടു കൂടി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കാൻ എത്തിയാലും പ്രാദേശിക നേതൃത്വം അതിനോട് ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നത് കണ്ടറിയേണ്ടതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, C. കൃഷ്ണകുമാറിൻ്റെ ഒരു സ്വീകാര്യത എന്ന് പറയപ്പെടുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശോഭാ സുരേന്ദ്രൻ ശരിയാണ്, അവർ മത്സരിച്ചിടത്തെല്ലാം അവർ വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്ന് വെച്ച് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ തന്നെ മത്സരിക്കേണ്ടതുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വമൊക്കെ ചിന്തിച്ചാലും ജില്ലാ നേതൃത്വത്തിന് അത്തരത്തിലൊരു താല്പര്യമില്ല. സന്ദീപ് വാര്യർ നിന്നാലും ചിലപ്പോൾ വിജയിച്ചേക്കാം. അങ്ങനെയുള്ളൊരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. പാലക്കാടിൻ്റെ സാധ്യതകളുണ്ട്. പക്ഷേ 3859 വോട്ടുകൾ എന്ന് പറയപ്പെടുന്ന ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിലെ പോലുള്ള ജനനായകൻ ജയിച്ചതെങ്കിൽ അവിടെ സാധ്യതയുണ്ട് എന്ന് BJP കരുതുന്നുണ്ട്. പക്ഷെ ആ സാധ്യത ശോഭാ സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന ആളെ ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയാക്കി അവിടെ ഇറക്കിയാൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ജില്ലാ നേതൃത്വം അതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കും? അങ്ങനെയാണെങ്കിൽ അവിടെ വിജയിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസിന് വിജയസാധ്യത നേടിക്കൊടുക്കും ശോഭാ സുരേന്ദ്രനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP മത്സരിപ്പിച്ചാൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ പാലം വലിക്കുക BJPയുടെ ജില്ലാ നേതൃത്വമായിരിക്കും, ഉറപ്പാണ്. പകരം അവർ പറയുന്ന ശ്രീ കൃഷ്ണകുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ വിജയസാധ്യത ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അതിലും വലിയൊരു സ്ഥാനാർത്ഥിയെ പാലക്കാട് UDFിൻ്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിപ്പിക്കുകയാണെങ്കിൽ വിജയസാധ്യത എത്രത്തോളം കുറയുമെന്നാണ് BJP കരുതേണ്ടത്. കാരണം ചിലപ്പോൾ ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരു നേതാവ് അങ്ങനെ വരികയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനാണെങ്കിലും C. കൃഷ്ണകുമാറാണെങ്കിലും ഇനി സന്ദീപ് വാര്യരാണെങ്കിൽ കൂടിയും പരാജയപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി മെട്രോമാനായിട്ടുള്ള ശ്രീധരനോട് കൂടിയാണ് കൊമ്പ് കോർത്തത്. അങ്ങനെയാണ് 3859 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചത്. അവിടെ മെട്രോമാൻ എന്ന് പറയപ്പെടുന്ന ജനകീയനാണ്. ഈ ജാതി സമവാക്യങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കപ്പുറമുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശ്രീധരൻ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്
മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി പിന്തുണയും വോട്ടുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് മാറി അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ നിന്നാലും ഇനി സന്ദീപ് വാര്യർ നിന്നാലും എന്തിന് ഈ ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന സി കൃഷ്ണകുമാർ നിന്നാലും അവിടെ വലിയ ഫൈറ്റ് തന്നെയായിരിക്കും, ഒരു ത്രികോണ മത്സരം തന്നെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ വലിയ ഒരു ത്രികോണ മത്സരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ സാധ്യതകൾ ബി ജെ പിക്ക് കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പകരം യു ഡി എഫിൻ്റെ സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലുമാണ്. അത് ഷാഫി പറമ്പിൽ എന്ന് പറയപ്പെടുന്ന ജനകീയനായിട്ടുള്ള നേതാവ് മുന്നോട്ട് വെക്കുന്ന ഒരാളെയാണ് അവിടെ നിർത്തുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ അവിടെയും പരാജയം തന്നെയാണ്. കാരണം യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് ഈ ബൽറാമിനെ, വി ടി ബൽറാമിനെയോ പി സരിനെ പോലുള്ളവരെയൊക്കെ ആണെങ്കിൽ രക്ഷപ്പെട്ടു, അവിടെ ബി ജെ പി എപ്പോൾ ജയിച്ചെന്ന് ചോദിച്ചാൽ മതി. പകരം രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരാളാണ് മത്സരത്തിന് എത്തുന്നതെങ്കിൽ അവിടെ ഒരു വലിയ ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും. അത്രത്തോളം വലിയൊരു മത്സരം, ഒരു ത്രികോണ മത്സരം, വളരെ ഗംഭീര മത്സരത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വലിയ ത്രികോണ മത്സരം നടക്കുവാനുള്ള സാധ്യത പാലക്കാടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് സ്വരാജ് ആണെങ്കിൽ സ്വരാജും, അങ്ങനെ ഒരു വലിയ ത്രികോണ മത്സരം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചൂടേറിയ ഒരു പോരാട്ടത്തിന് ആയിരിക്കും പാലക്കാട് കളമൊരുങ്ങുക. ആ സ്ഥാനാർത്ഥി നിർണയം നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് യു ഡി എഫിനാണെങ്കിലും എൽ ഡി എഫിനാണെങ്കിലും ബി ജെ പിക്കാണെങ്കിലും സ്ഥാനാർത്ഥി ആര് എന്ന് നോക്കിയായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക.